ലില്ലി എങ്ങനെയാ ഈ പാതിരാത്രിക്ക് വന്നേ? കാർ എടുത്തോണ്ട് വന്ന എല്ലാരും അറിയില്ലേ? കുട്ടിച്ചന്റെ സൈക്കിൾ എടുത്തോണ്ടെങ്കിൽ പോന്നു. സൈക്കിളില് പോന്നോ? ഈ രാത്രിയിലോ? പേടിയാവില്ലേ? ഓ, ആരെ പേടിക്കാനോ? ഭൂതത്തിനെയും പ്രേതത്തിനെയും ഒന്നും എനിക്ക് പേടിയില്ല. പിന്നെ മനുഷ്യര് 1-2 പേരൊക്കെ വന്ന മർമ്മം നോക്കി കുത്താൻ ഷവലിയാർ കുര്യാക്കോസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കാലം ചെയ്ത എന്റെ അപ്പനാ. ലില്ലി ഇങ്ങോട്ട് വരണത് ആരും കണ്ടില്ലല്ലോ. കണ്ടു. ആര്? പള്ളിയിലച്ഛൻ. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ അങ്ങനെ അങ്ങോട്ട് പോവായിരുന്നു. ലില്ലിയെ ശരിക്കും കണ്ടോ? കണ്ടു കാണണം. ഞാൻ മിണ്ടാനൊന്നും നിന്നില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. അച്ഛൻ ആരോടെങ്കിലും പറയില്ലേ? ആവോ, എനിക്കെങ്ങനെ അറിയാനാ? ഈ ലില്ലി എന്ന് പറഞ്ഞാലേ ഒരു പൂവാണെന്നറിയോ സുബ്രുവിന്? അറിയാം. പുഷ്പിച്ച് നിൽക്കുമ്പോ എന്തൊരു ഭംഗിയാണെന്നറിയോ ലില്ലിക്ക്? എത്ര വർണ്ണത്തിൽ പൂക്കുമെന്നറിയോ ലില്ലി? അറിയാം. ചുവപ്പും ഓറഞ്ചും വയലറ്റും മഞ്ഞയും തൂവള്ളിയും ഒക്കെ ആയിട്ട് എത്ര നിറത്തിലാ ലില്ലിപ്പൂക്കള്. കണ്ട കണ്ണെടുക്കില്ല ലില്ലിയെ. ഞാനും ലില്ലിയല്ലേ സുബ്രു? പൂക്കുന്നതും തളർക്കുന്നതും സുബ്രുവിന് വേണ്ടിയല്ലേ? പറ, സുബ്രുവിന് വേണ്ടി, നിനക്ക് വേണ്ടി ഏത് നിറത്തിൽ, ഏത് വർണ്ണത്തിൽ ഞാൻ ചാലിച്ചെടുക്കണം എന്റെ ഉടലും ഉയിരും? മഴവില്ലിന്റെ 7 വർണ്ണങ്ങള് എനിക്കിഷ്ടമാണ്. ഭഗവാനും ഒഴുക്കാപ്പ് ചാർത്തണ കളപ്പത്തിന്റെ കളറും എനിക്കിഷ്ടമാണ്. ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യന്റെ ചുവപ്പും ഭംഗിയാണ്. പക്ഷേ എന്റെ മനസ്സില് അതിനൊക്കെ അപ്പുറമാണ് നിന്റെ ഈ മുഖത്തിന്റെ നിറം, കണ്ണിന്റെ തിളക്കം, കവിളിന്റെ തുടുപ്പ്. ചുണ്ടിന്റെ ചുമപ്പ്. സുബ്രു, സുബ്രു, അയ്യോ എന്റെ മാതാവേ, സുബ്രു, സുബ്രു, കണ്ണ് തുറക്ക്. മാതാവേ, ഓ മാതാവേ, ഭർത്താവേ, ഇന്നത്തെ കുർബാന കിടക്കെങ്കിലും അച്ഛന്റെ പ്രസംഗം ഉണ്ടാവരുതേ. അത്രയ്ക്ക് സഹി കെട്ടു. പെൺകൊച്ചുങ്ങൾ എഴുന്നേറ്റോ ആവോ? അമ്മച്ചി, അമ്മച്ചി അലാറം അടിച്ചായിരുന്നോ? പള്ളിയിൽ പോവണ്ടായോ അമ്മച്ചി? വിളിച്ചു പോവാതടി പെണ്ണെ, ഞാൻ എണീറ്റു. അമ്മച്ചി ആദ്യത്തെ കുർബാനയ്ക്ക് തന്നെ വരുന്നുണ്ടോ? പിന്നല്ലാതെ, രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആവുമ്പോഴേ ഇടവക്കാര് പെണ്ണുങ്ങളെ തള്ളലായിരിക്കും. അപ്പൊ അച്ഛന്റെ സഹിക്കാൻ മേലാത്ത ഉപദേശം ഉണ്ടായിരിക്കും. എനിക്കത് കേട്ടോണ്ടിരിക്കാൻ മേല. അല്ല, മറ്റുള്ളവരൊന്നും എഴുന്നേറ്റില്ലേടി? അവരങ്ങ് വന്നോളും. നമുക്ക് ആദ്യത്തെ കുർബാനയ്ക്ക് അങ്ങ് പോവാൻ. അത് വേണ്ട, നീ കാപ്പി കുറച്ച് വെള്ളം വെയ്യ. ഞാനേ
ഇല്ലിക്കുട്ടിയെ വിളിച്ചോണ്ട് വരാം. ഏയ് അത് വേണ്ട. അവള് ഉച്ച കുർബാനയ്ക്ക് വന്നോളൂ. അതൊന്നും ശരിയാവില്ല. ഓസ്റ്റ് സ്വീകരിക്കുമ്പോഴേ പെങ്കൊച്ചന്റെ അടുത്ത് തന്നെ വേണം. ഞാൻ വിളിച്ചോണ്ട് വരാം. അമ്മച്ചി 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 പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. അവളെ ഞാൻ വിളിച്ചോളാം. ചെല്ലമ്മച്ചി ചെല്ല്, ഞാൻ വിളിച്ചോളാന്നേ അവളെ. ഈ പെണ്ണത് എന്ത് ഭാവിച്ചാണോ എന്തോ, പേടിച്ചിട്ട് മേല. കർത്താവേ, എന്തോ ചെയ്യും? ഈ പെണ്ണെന്താ വരാത്ത ഇതുവരെ? ഇന്നെല്ലാം തകരും. അമ്മച്ചി ആദ്യം കൊല്ലുന്നത് എന്നെയായിരിക്കും. തീർന്നു. ഇപ്പൊ കേറി വരും അമ്മച്ചി. നീ എന്തിനാ അവളുടെ മുറി കയറി കുറ്റിയിട്ടിരിക്കുന്നത്? ഞാൻ വെറുതെ, സത്യത്തില് ഞാനല്ല കുറ്റിയിട്ടത്, അവള് തന്നെയാ കുറ്റിയിട്ടത്. എന്നിട്ട് അവളവിടെ ലില്ലിക്കുട്ടി കുളിക്കുക. നേരത്തെ അവളുടെ ഒരു കുളി. കുർബാനയ്ക്ക് പോകാൻ സമയമായി. അവളോട് പെട്ടെന്ന് വരാൻ പറയാന്നേ. എന്റെ അമ്മോ, എന്റെ മാതാവേ. കണ്ണാ, ഇന്നെന്താ എഴുന്നേക്കാത്തെ? കണ്ണാ, കണ്ണാ, നിർമാല്യത്തിന് മുമ്പേ കോവിലെത്തണ്ടേ? ഇന്ന് എന്തു പറ്റി? കണ്ണാ, 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 വാതില് തുറക്ക്. കണ്ണാ, എന്താ? നേരം വെളുത്തുപോയി. ഉറങ്ങിപ്പോയി. ഇനി എന്ത് ചെയ്യും? വാതില് തുറക്ക്. വാതില് തുറക്ക്. പേടിക്കണ്ട, ഞാൻ മാറിക്കോളാം. കണ്ണാ, കണ്ണാ, ഇതെന്ത് ഉറക്കോ ഇത്? പതിവില്ലാതെ കോവിലിൽ പോവണ്ടേ? പോണം. എന്താ കണ്ണൻ ആകെ ഒരു താളം തെറ്റില്? ഏയ് ഒന്നുമില്ല, ഉറങ്ങിപ്പോയതാ. പെട്ടെന്ന് ആയിക്കോട്ടെ, കോവിലിൽ പോക്ക് മുടക്കണ്ട. ഓ, ലില്ലി, പോയോ? പോയി വാ, എഴുന്നേക്ക്. കേറാൻ എളുപ്പമായിരുന്നു, ഇറങ്ങാനാ വയ്യാത്ത. ഇനി ഞാൻ പൊക്കോളാം. എങ്ങനെ? ആ, ഏണി വെച്ച് കയറിയല്ലേ വന്നേ, തിരിച്ചു അങ്ങനെ തന്നെ പൊക്കോളാം. നോക്കട്ടെ, വാ. വിടട്ടെ, വരികല്ലേ. വേഗം വാ, വേഗം. എന്താ? ഏണി കാണുന്നുണ്ടല്ലോ. ഞാൻ ഇവിടെ തന്നെ വെച്ചിരുന്നേന്ന്. എന്ത്? അതാരോ തിരിച്ചെടുത്ത് വെച്ചു. അതാരോട് തിരിച്ചെടുത്ത് വെച്ചിട്ട് പുറത്ത് ഞാനില്ല. ഈശ്വര, എനിക്ക് ആകെ മേല് വിറയ്ക്കണം. ആരെങ്കിലും കണ്ട എന്നെ ഇറക്കി വിട്ട് പണി അടയ്ക്കും. അപ്പൊ സൗകര്യായില്ലേ? ഒന്ന് പോലില്ലേ? ഈ നാടും വീടും വിട്ട് പോവേണ്ടി വരും. എനിക്കതൊന്നും അറിയില്ല.
എന്നെ ഏതേലും വിധത്തിൽ ഇറക്കി വിടേണ്ടത് സുബ്രുവിന്റെ ഉത്തരവാദിത്വം. അങ്ങോട്ട് മാറിയെന്നേ. എങ്ങോട്ട് പോവാ? ഓ, എങ്ങോട്ട് പോവാനാ? ഞാൻ മുറിയിലുണ്ടാവും. ലില്ലി ലില്ലി പോവല്ലേ? ഇനി എന്ത് ചെയ്യും? എന്നാ ചെയ്യാന്? ഞാനിവിടെ ഇരിക്കും. അയ്യോ ശരിയാവത്തില്ല. താമസിച്ച പിന്നെ പോക്ക് നടക്കില്ല, പെട്ടുപോകും. പിന്നെ എന്നാ ചെയ്യാനാ? അതിപ്പോ അമ്മ മാത്രമേ എണീറ്റിട്ടുള്ളൂ. ഉമ്മർത്ത് കാണില്ല, അടുക്കളയിലായിരിക്കും. വാ, ഇങ്ങോട്ട് വാ പെട്ടെന്ന്. എന്റെ കാര്യം. ശബ്ദമുണ്ടാക്കാതെ വാ. ശബ്ദം ഉണ്ടാക്കാതല്ലേ വരുന്നേ. അങ്ങോട്ട് എന്തുവാ? മനുഷ്യന്മാർക്ക് ഇറങ്ങാൻ പറ്റുന്ന പടി ഉണ്ടാക്കി വെച്ചൂടെ? വരുവാ. ഓ, എന്റെ മാതാവേ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി. അയ്യോയോ കാക്കച്ചി കൊത്തിപ്പോയി. നോക്കി എന്റെ സൈക്കിളോടെ എന്റെ സൈക്കിളോടെ കർത്താവ് എന്റെ സൈക്കിൾ ആരെടുത്തോണ്ട് പോയി. എന്റെ സൈക്കിളോടെ കള്ളം കൊണ്ടുപോയി. കുഞ്ഞനാമച്ചി, കുഞ്ഞനാമച്ചി, എന്നതാണ് ഒരു ബഹളം? കള്ളം കൊണ്ടുപോയി കുഞ്ഞനാമച്ചി. എന്റെ സൈക്കിള് കള്ളം കൊണ്ടുപോയെന്ന്. ഒന്ന് പോടാ. നിന്റെ ഉണക്ക സൈക്കിൾ എടുക്കാൻ കള്ളന്മാർ ഇങ്ങോട്ട് വരുമല്ലേ? ഇതെവിടെ പോണേ? അമ്മയുടെ വായു ഗുളിക തീർന്നു, വാങ്ങിക്കാൻ പോവാ. പോടാ. ചോദിക്കാൻ വന്നേക്കുന്നു. ഈശോയെ. അവരെവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. കുട്ടിച്ചൻ ഒന്നുകൂടെ ചെന്ന് നോക്ക്. ഞാൻ അങ്ങനെ മാറ്റി വെക്കാറില്ല. എന്നാ വേറെ ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. നീ ഒന്നുകൂടി ചെയ്ത് നോക്ക്. കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുവരുന്ന സൈക്കിളാ. എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. എടാ പോയി നോക്കണ. ആരും കൊണ്ടുപോകത്തില്ല. ചെല്ല് നോക്കണ. എന്റെ സൈക്കിൾ ആരെടുത്തോണ്ട് പോയി. പിന്നെ ഒരു കാര്യം, സൈക്കിള് ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ? ഇതാരിവിടെ കൊണ്ടുവച്ചു? മോളിൽ നിന്ന് ആരെങ്കിലും തള്ളിയിട്ടതാണോ? കുഞ്ഞെന്റെ സൈക്കിൾ എടുത്തായിരുന്നോ? ഇല്ലേ? പിന്നെ ഇത് ആരെടുത്ത് മാറ്റി വെച്ചു? സത്യം പറഞ്ഞോണം. ഇതിലാണോ നിന്റെ സൈക്കിള്? അതെ, കിട്ടി. കുട്ടിച്ചൻ എന്താ തലയ്ക്ക് വട്ടായോ? പക്ഷെ സൈക്കിൾ ആദ്യം കണ്ടില്ല, ഇപ്പോഴല്ലേ കണ്ടത്. നിന്റെ കണ്ണില്ലേ വെള്ളിയാഴ്ച ആയിരുന്നു. അതാ പോയി പാല് വാങ്ങിച്ചോണ്ട് പോടാ. നേരെ ഒരുപാടായി. ചില നേരത്തെ തനി മണ്ടന കഴുത. അല്ല ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടിയോ? ഞാൻ മോളമ്മയാ. എന്റെ കർത്താവേ, പേര് മാറി തുടങ്ങിയോ? അയ്യോ, ഇത് എന്താ ഇത്? സൈക്കിൾ ആര് കൊണ്ടുവച്ചത്? എന്നാൽ ഇതാരാ ഇവിടെ എടുത്തോണ്ട് പോയത്?
നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈനകാരായ നമഃശിവായ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈനകാരായ നമഃശിവായ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈനകാരായ നമഃശിവായ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈനകാരായ നമഃശിവായ. മന്ദാകിനി സരിചർച്ചിതായ നന്ദീശ്വര നന്ദീശ്വര മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര 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 ബാക്കി കൂടി ചൊല്ലുകുട്ടി. നന്ദീശ്വരായ. നിനക്കിത് എന്തു പറ്റി മോനെ? ആവർത്തിച്ച് നോക്ക. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര. അശ്രദ്ധയാണ് മറവിക്ക് കാരണം. മനസ്സ് ഏകാഗ്രമല്ല, ചഞ്ചലമാണ്. എന്താ കണ്ണ ഇത്? എന്തിനാ എപ്പോഴും ഇങ്ങനെ പഴി കേക്കണേ? ചെറുതിലെ മനപ്പാടം ആക്കിയതല്ലേ ഇത്? അരുതാത്ത ചിന്തകൾ മനസ്സിലേക്ക് നടന്നാല് ദേവസ്തുതികൾ മറക്കും. കർമ്മം ചെയ്താൽ മാത്രം പോരാ, മനസ്സർപ്പിതമായിരിക്കണം. നന്ദീശ്വര കഴിഞ്ഞ് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലേ? ശിവപഞ്ചാക്ഷരി സ്തോത്രം 2ാം ഖണ്ഡം. മന്ദാകിനി സലീല ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രഥമനാഥ മഹേശ്വരായ മന്ദാരമുഖ്യ ബഹുപുഷ്പ സംപൂജിതായ തസ്മൈ നദാരായ നമഃശിവായ. കേട്ടു പഠിക്ക. ദേവസ്ഥാനത്ത് നിന്ന് കുലം കാക്കാൻ വ്രതം നോറ്റവനല്ല ഇയാള്. എന്നിട്ടും സുഹൃതക്ഷയം എന്നേ പറയാനാവൂ. അമ്മച്ചി, ഇത് എന്നതാ ഈ വായിക്കണേ? ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല പത്രം വായിക്കുന്നേ. പിന്നെന്താ ഇങ്ങനൊരു ചോദ്യം? സാധാരണ രായി എന്നുള്ള വാർത്തയൊക്കെ അല്ലേ അമ്മച്ചി വായിക്കോളൂ. വിവാഹിതരായി, നിര്യാതരായി, അങ്ങനെയൊക്കെ. നീ പോടാ. പത്രം എടുത്താലേ ഞാൻ ആദ്യം നോക്കുന്നതേ കമ്പോള നിലവാരമാ. സ്വർണത്തിന്റെ വിലയില്ല എന്റെ കണ്ണ്. ആ, നമ്മൾ തുടങ്ങിയതുപോലെ ഒരു ജ്വല്ലറി തുടങ്ങണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. ആര്? അത് വേറെ ആരുമല്ല, നമ്മുടെ വക്കച്ചൻ. നമ്മുടെ വക്കച്ചനോ? അവന്റെ പേര് ഇവിടെ മിണ്ടിപ്പോരുത്. അധിക പ്രസംഗി. എന്നോടവൻ പറഞ്ഞ വേണ്ടാതിനൊക്കെ നീ പറഞ്ഞതല്ലയോ? അത് പിന്നെ അമ്മച്ചി, അവനല്ലല്ലോ അത് പറഞ്ഞത്. അവന്റെ ഉള്ളിൽ കിടന്ന കള്ളല്ലയോ. കെട്ടിറങ്ങിയപ്പോ അവന് മനസ്താപം. അമ്മച്ചിയെ കണ്ട് കാലിൽ വീണ് മാപ്പ് പറയണമെന്ന്. എന്റെ കാലിൽ വീഴാനോ? അവനോ? കാലെടുത്ത് തൊഴിക്കും ഞാൻ. തൊഴി കൊണ്ടാലും അവനവിടെ വരും, അമ്മച്ചിയെ കാണും. അതവന്റെ അവകാശല്ലേ. അത്രയ്ക്ക് ഇഷ്ടം അവന് ലില്ലിക്കുട്ടിയെ. അമ്മച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലില്ലിക്കുട്ടിയെ കെട്ടുകല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് അമ്മച്ചി തന്നെയല്ലയോ വാക്ക് കൊടുത്തത്? അത് വിശ്വസിച്ചല്ലേ അവൻ മനസ്സമ്മതത്തിന് വന്നത്. എന്നിട്ട് നമ്മുടെ കൊച്ചു തന്നെ അവൻ അവമാനിച്ചു എന്ന് പറയുമ്പോ നമുക്ക് തന്നെയല്ലേ അതിന്റെ കേട്. മനോവിഷമം കൊണ്ട് അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു.
അത് അമ്മച്ചി അങ്ങ് ക്ഷമിക്കും. തെറ്റ് നമ്മുടെ കയ്യില, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പറയല്ല, പ്രവർത്തിക്കുക വേണ്ടേ. ഈ വാശിക്ക് നമുക്ക് വക്കച്ചനുമായിട്ട് തന്നെ ലില്ലിക്കുട്ടിയുടെ കല്യാണം നടത്തണം. അവളെ അവന്റെ പട്ടിക്ക് വേണമെന്നല്ലേ അവൻ പറഞ്ഞത്? അതൊക്കെ ആ വിഷമത്തിന് പറഞ്ഞതല്ലേ. ലില്ലിക്കുട്ടി എന്ന് വെച്ചാൽ അവന് ജീവനാ. നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാലോ? അമ്മച്ചി എന്നെ ഒന്നും പറയാത്തെ? ഞാനൊന്ന് ആലോചിക്കട്ടെ. സത്യം പറയടി, ഇന്നലെ രാത്രി മുഴുവൻ എവിടെയായിരുന്നു? അവനെ കാണാൻ പോയോ? എന്നിട്ടെന്നാ, ഞാൻ അവിടെ കിടന്നു. അവന്റെ കൂടെയോ? പിന്നല്ലാതെ കെട്ടിയോണി രണ്ടിടത്താണോ കിടക്കുന്നേ? എന്നിട്ട് Yeah.